ആ വരും 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 എന്തായാലും വരും. ഹർഷമോൾ വൈറൽ ഹർഷമോൾ വരും അല്ലേ? ഉറപ്പല്ലേ? ഇനിയിപ്പോ ഓള് പറഞ്ഞ പോലെ 1 മില്യൺ അടിക്കോ? ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? പഠിക്കണ കാലം മുഴുവനും ഈ നശിച്ച നാട്ടിൽ നിന്ന് പുറത്തുപോയി രക്ഷപ്പെടണം എന്ന് ആലോചിച്ചിട്ട് കഷ്ടപ്പെട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പുറത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാല് 6 മാസം കഴിയുന്നതിന് മുന്നേ തന്നെ നാടും നാട്ടുകാരും മിസ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ടേക്ക് നാട് മാത്രം ഓർമ്മയിൽ വെച്ച് നാട്ടിലോട്ട് പോണ ദിവസം എണ്ണി കഴിയുന്നവരല്ലേ മിക്കവരും. അതെ ഗൈസ്, ഞാനും അങ്ങനെ ഒരു പ്രവാസിയായി മാറിയിരിക്കുകയാണ്. കാണുന്നവർക്ക് തോന്നും ഇവളെന്താ ഇതുവരെ കുളവും തോടും കണ്ടിട്ടില്ലേന്ന്. മുന്നേ നാട്ടിൽ ഇങ്ങനെ വരുന്നവരെ ഒരുപാട് പുച്ഛിച്ചിട്ടുള്ളതാണ് ഞാനും. പക്ഷെ അത് അങ്ങനെയൊന്നല്ല ഗൈസ്. കുറെ കാലം കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഇതുവരെ കണ്ടതിനെല്ലാം പുതുമയായിരിക്കും. ചിലപ്പോഴൊക്കെ കണ്ടിട്ടും മതി വരാത്ത പോലെ തോന്നും. ചില സമയങ്ങളിൽ ഇവിടെ തന്നെ അങ്ങ് കൂടിയാലോ എന്ന് വരെ ആലോചിച്ചു കേട്ടോ. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂല പൊന്നു, അങ്ങോട്ട് വാ. ആ ഇവിടെ നല്ല രസമുണ്ട്, പക്ഷെ അവിടേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞങ്ങള് ഞങ്ങളുടെ തറവാട്ടിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ, മറ്റേമാനെ കാണാൻ വേണ്ടിയിട്ട്. മറ്റേമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മാടെ ഉമ്മ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ എന്റെ തറവാട്. എന്റെ പ്രായത്തിലുള്ള കസിൻസ് ഒന്നും ഇവിടെ ഇല്ലെങ്കിലും എന്റെ കൂട്ടത്തിൽ കുറെ പീക്കിരി പിള്ളേരുമായിട്ട് കുട്ടിക്കാലം മൊത്തം ഇവിടെ തന്നെയായിരുന്നു കേട്ടോ. ചെറുപ്പത്തിൽ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള എനിക്ക് പറ്റിയ സ്ഥലമായിരുന്നു കേട്ടോ എന്റെ തറവാട്. എന്റെ താഴെയുള്ള പീക്കിരി പിള്ളേരായിട്ടും അപ്പുറത്തെ വീട്ടിലെ കണ്ണനും സാന്ദ്രയും ഞങ്ങൾ എല്ലാരും കൂടെ തായം കളിയും. കണ്ണന്റെ വീട്ടിലെ പേരക്കാവരത്തെ താഴെ ഇറങ്ങാണ്ട് സൈക്കിള് ചവിട്ടി നാട് മൊത്തം തെണ്ടലും അങ്ങനെ കുറെ നല്ല ഓർമ്മകൾ മാത്രമുള്ള ഒരു സ്ഥലമാണ് ഇത്. കുറെ കാലം കഴിഞ്ഞപ്പോ മാമന്മാരെല്ലാം വേറെ വീട് വെച്ച് പോയെങ്കിലും ഞങ്ങള് കോളേജ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞ് പല വഴിക്കായെങ്കിലും എപ്പൊ തിരിച്ചു കയറി ചെല്ലുമ്പോഴും ഏറ്റവും പ്രിയം തോന്നുന്ന ഒരിടാണിത്. അന്ന് പറഞ്ഞ പീക്കിരി പിള്ളേരെല്ലാം ഓരോ വർഷം കഴിഞ്ഞ് കയറി ചെല്ലുമ്പോഴും വലിയ കുട്ടികളാകുമ്പോ നമ്മൾ ഇത്രയും പ്രായമായല്ലോ എന്നുള്ള വിഷമത്തിലായിരുന്നു ഞാൻ. എന്താണ് പോയി അതെ, ഇവനാണ് ഹാരിസ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരു കസിൻ. നമ്മളെ എവിടെ വിളിച്ചു കഴിഞ്ഞാലും എന്തിനു വിളിച്ചു കഴിഞ്ഞാലും കൂടെ പോരുന്ന ഒരു കസിൻ. അവനാണ് ഇവന്. വയസ്സുകൊണ്ട് എന്നെക്കാളും ഒരുപാട് ഇളയതാണെങ്കിലും എന്റെ സൈക്കിൾ പാർട്ണർ ഇവനായിരുന്നു. ഓക്കെ, ആ വരും 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 എന്തായാലും വരും. ഹർഷമോൾ വൈറൽ ഹർഷമോൾ വരും അല്ലേ? ഉറപ്പല്ലേ? ഇതെന്റെ മൂത്ത മാമന്റെ മോള് ഹർഷമോള്. അയ്യോ, ഇവളെന്റെ ഉമ്മാന്റെ സെക്കൻഡ് ഡോട്ടറാണ്. സിബ്ലിങ്സ് ഇല്ലാത്ത എനിക്ക് ആദ്യമായിട്ട് വന്ന കോമ്പറ്റീറ്ററാണ് ഇവള്. എന്റെ ഉമ്മയുടെ ഫേവറേറ്റ് ഒരു പഞ്ചപാവം. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ എടുക്കുന്നത് പറഞ്ഞുകൊണ്ട് തന്നെ മാക്സിമം ക്യാമറ അവോയ്ഡ് നടക്കായിരുന്നു അവള്. അവളുടെ അനിയത്തി ഹനമോള്. അവരുടെ വീട്ടിലോട്ടാണ് പിന്നെ പോയത്. തറവാടിന്റെ തൊട്ടടുത്ത് തന്നെ മൂത്ത മാമൻ വീട് വെച്ചത്. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് ഞങ്ങള് കുറെ കുടുംബക്കാരെ വീടും വേറൊരു മാമന്റെ വീടും. അവിടെ എല്ലാം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് രാത്രിയായി വീട്ടിലെത്താൻ. അപ്പൊ അത്രക്കുള്ളൂ guys. Thanks for watching. Stay tuned. Bye bye.